ഹരേ രാമ ഹരേ കൃഷ്ണ. ആഗസ്റ്റ് അവസാനം വരെ സ്വർണത്തിൽ മൂടാം. പണത്തിന് നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വരില്ല. നിങ്ങളെ കാത്തിരിക്കുന്നത് അത്ഭുതപൂർണമായ നേട്ടങ്ങളാണ്. ഗ്രഹങ്ങളുടെ രാശിമാറ്റം എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സമ്മാനിക്കും. അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിൽ വളരെയധികം സാമ്പത്തികമായി പുരോഗതി വന്നു ചേരുകയും ചെയ്യും. ഇതുവരെ നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഈ സമയത്ത് ഇല്ലാതാകുന്നതാണ്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ വരുമാനത്തിൽ വളരെയധികം വർധനവ് വന്നു ചേരും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഒരേ രാശിയിൽ വ്യാഴവും ചൊവ്വയും ചേരുന്നത് 12 രാശികളെയും സ്വാധീനിക്കും. ഇടവം രാശിയിൽ സംഭവിക്കുന്ന ഈ അപൂർവ വിന്യാസം ഏകദേശം 12 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സമൃദ്ധിയുടെ കാലഘട്ടം തന്നെയാണ് സമ്മാനിക്കുക. എല്ലാ രാശിക്കാർക്കും നേട്ടങ്ങൾ സമ്മാനിക്കുമെങ്കിലും ചില രാശിക്കാർക്ക് ഈ സമയത്ത് ഏറെ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരായ ആളുകൾക്ക് വ്യാഴം ചൊവ്വ സംഗമം പ്രത്യേകിച്ചും വളരെയധികം ശുഭകരമാണ്. ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക വർധനവ് സമ്മാനിക്കും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയം വളരെയധികം ലാഭം കൈവന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ കുടുംബജീവിതം നിങ്ങളുടെ വളരെയധികം യോജിപ്പുള്ളതായി തീരുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് വൻ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാ രീതിയിലും വളരെയധികം സാമ്പത്തിക ഉന്നമനമാണ് നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്നത്. അടുത്തത് മേടം രാശിക്കാരാണ്. മേട രാശിക്കാർക്ക് വളരെയധികം ആകർഷണീയമായതും തൊഴിൽ വളർച്ചയും ഈ നേരത്ത് വന്നു ചേരും. വിവാഹിതരായ ആളുകൾക്ക് വളരെയധികം അനുകൂലമായ സമയം വന്നെത്തും. പ്രമോഷനുകളും ശമ്പള വർധനവും ഉണ്ടാകുന്നതാണ്. പ്രണയിക്കുന്ന ആളുകളുടെ പ്രണയം വിജയത്തിലെത്തുവാനും വിവാഹം വരെ എത്തിച്ചേരുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങ രാശിക്കാർക്ക് നിങ്ങളുടെ തൊഴിലിലും ബിസിനസ്സിലും വളരെയധികം അവസരങ്ങൾ വന്നു ചേരും. ചിങ്ങ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും സംയുക്തം വളരെയധികം ഗുണകരമായ ഫലങ്ങളാണ് സമ്മാനിക്കുക. ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് പുതിയ ജോലികൾ വന്നു ചേരും. അതേസമയം ബിസിനസ്സുകാർക്ക് ഭൂമി അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ വളരെയധികം ലാഭം വന്നു ചേരുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭരാശിക്കാർക്ക് ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജോലിയിൽ പ്രമോഷനോ വരുമാന വർധനവോ ഈ സമയത്തുണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല നേരമാണ്. ഈ സമയത്ത് വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകും. നിങ്ങളുടെ വരുമാനം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കടങ്ങൾ തീരുവാനും വളരെയധികം അനുകൂലമാണ് ഈ സമയം. നിങ്ങളുടെ മനസ്സിലുദിക്കുന്ന ഏതാഗ്രഹവും ഈ സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. 2024 ജൂലൈ 21 മുതൽ 27 വരെയുള്ള നക്ഷത്ര ഫലമാണ്. അശ്വതി മുതൽ രേവതി വരെ. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നും നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങൾക്കും ഉറച്ച പിന്തുണ കിട്ടുന്നതാണ്. പ്രണയബന്ധിതർക്ക് മുതിർന്നവരിൽ നിന്നുള്ള എതിർപ്പുകൾ വളരെയധികം നേരിടേണ്ടി വരും. വിദേശത്തു നിന്നും നാട്ടിലേക്ക് തിരികെ എത്തിയ ആളുകൾക്ക് പുതിയ ജോലികൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഈ സമയത്ത് മോചനം ലഭിക്കുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് സ്വന്തമായി ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് മികച്ച ലാഭം കൊയ്യുവാൻ സാധിക്കും. പണച്ചെലവ് വളരെയധികം വേണ്ടിവരുന്ന ഒരു സമയമാണ്. രോഗ ദുരിതങ്ങളിൽ വിഷമിക്കുന്ന ആളുകൾക്ക് ഈ സമയത്ത് ആശ്വാസം ലഭിക്കുന്നതാണ്. സുഖഭക്ഷണം ലഭിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾക്ക്
സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് വന്നു ചേരുന്ന വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും. ഉപഹാരങ്ങൾ വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണ്. പണമിടപാടുകളിൽ വളരെയധികം നഷ്ടങ്ങൾ നേരിടാം. ആയതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ വളരെയധികം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. എല്ലാവിധ കാര്യങ്ങളിലും അല്പം കഠിന ശ്രമം വേണ്ടിവരും. എന്നിരുന്നാലും വിജയം സുനിശ്ചിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാർക്കും പണമിടപാടുകളിൽ വളരെയധികം കൃത്യത പാലിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാനും സാധിക്കുന്നതാണ്. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. കുടുംബജീവിതത്തിൽ സൗഖ്യം വളരെയധികം വർദ്ധിക്കുന്നതാണ്. വിവാദപരമായ കാര്യങ്ങളിൽ നിന്നും വളരെയധികം വിട്ടുനിൽക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്ര ജാതകർക്ക് ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. പണമിടപാടുകളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാകും. കരുതിവെച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. മുതിർന്ന ബന്ധുക്കൾക്ക് വളരെയധികം രോഗപീഠകൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസപരമായി ഉയർന്ന വിജയം കൈവരിക്കുവാൻ സാധിക്കും. വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാനും കഴിയുന്നതാണ്. പൊതുപ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം വിജയം കൈവരിക്കുവാൻ പറ്റും. സന്താന ഗുണം വളരെയധികം വർദ്ധിക്കും. വാക്കുതർക്കങ്ങളിലേർപ്പെട്ട് അപമാനമുണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് വളരെയധികം ഗുണകരം. കർണരോഗബാധ വന്നു ചേരുവാനും ഇടയുണ്ട്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാർക്ക് പലതരത്തിൽ നിലനിന്നിരുന്ന വൈഷമ്യങ്ങൾക്ക് അയവുണ്ടാകും. ബന്ധുജന സന്ദർശനം, ഭൂമി വിൽപ്പന എന്നിവ വഴി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ്. മാതാവിൽ നിന്നോ മാതൃബന്ധുക്കളിൽ നിന്നോ ആനുകൂല്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്ര ജാതകർക്ക് പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ കഴിയും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനസമ്മതി നേടുവാനും സാധിക്കുന്നതാണ്. ആരോഗ്യസ്ഥിതി നിങ്ങളുടെ വളരെയധികം മെച്ചപ്പെടും. വാഹനത്തിനായി വളരെയധികം പണം മുടക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് തൊഴിൽപരമായ വളരെയധികം നേട്ടം കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി കലഹത്തിന് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായി നിന്നിരുന്ന സാഹചര്യങ്ങൾ വളരെയധികം പ്രതികൂലമാകും. വിദേശ സഞ്ചാരത്തിനുള്ള അവസരമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ രംഗം മെച്ചപ്പെടും. ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിത ധനനഷ്ടം നേരിടേണ്ടി വരും. ബന്ധുജന വിരഹം അനുഭവിക്കും. കഴിയുന്നതും ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ബന്ധുജന സഹായത്തിന് ശ്രമിച്ചാൽ വിജയിക്കുകയില്ല. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഔചാരിത നഷ്ടം വന്നു ചേരുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാർക്ക് ദേഹസുഖക്കുറവ് അനുഭവപ്പെടും. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കുന്ന ഒരു സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. സന്താന ഗുണമനുഭവിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടുവെന്നു കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ്. വാസസ്ഥാനത്തിനു മാറ്റം സംഭവിക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം, ഇഷ്ടസ്ഥാനലബ്ധി എന്നിവ വന്നുചേരും. ഈ സമയത്ത് വളരെയധികം സാമ്പത്തിക ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനസമ്മതി നേടിയെടുക്കുവാനും ഈ സമയം കഴിയുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്.
അത്തം നക്ഷത്ര ജാതകർക്ക് വാഹനത്തിനായി പണം മുടക്കേണ്ടി വരും. സഞ്ചാരക്ലേശം വർദ്ധിക്കും. വിദേശ യാത്രയ്ക്കുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വിജയം കൈവരിക്കുന്നതാണ്. ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നും ധനലാഭത്തിനുള്ള സാധ്യതയുണ്ട്. മത്സര പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾക്ക് പണം മുടക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് സഞ്ചാരക്ലേശം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഭൂമി വിൽപ്പന വഴി ധനയോഗം, വളരെയധികം ധനം സമ്പാദിക്കുവാനും സാധിക്കുന്നതാണ്. ലഹരി വസ്തുക്കളിൽ അധിക താല്പര്യം നിങ്ങൾ ഈ സമയത്ത് കൊടുക്കാതിരിക്കുക. കേസ് വ്യവഹാരങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് രോഗാരിഷ്ടത ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാർക്ക് വളരെയധികം ധനലാഭമാണ് കാത്തിരിക്കുന്നത്. ഭക്ഷണ സുഖം വർദ്ധിക്കും. കടങ്ങൾ വീട്ടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കും. അനവസരത്തിൽ അന്യർ ഇടപെടുന്നത് മൂലം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്ക് വളരെയധികം ഉന്നമനമുണ്ടാകും. നേത്ര രോഗത്തിനും സാധ്യതയുണ്ട്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖ നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ സഹായികളിൽ നിന്നുള്ള ഇടപെടൽ വഴി പെട്ടെന്ന് കാര്യസാധ്യം നടക്കും. വിവാഹാലോചനകൾ തീരുമാനത്തിലെത്തുന്നതാണ്. നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനും സാധിക്കുന്നതാണ്. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും. വ്യവഹാരങ്ങളിൽ വലിയ വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളുകൾ അധിക ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ വാഹനത്തിന് അറ്റകുറ്റപ്പണിക്ക് സാധ്യതയുണ്ട്. ദാമ്പത്യപരമായി നിലനിന്നിരുന്ന എല്ലാവിധ തർക്കങ്ങൾക്കും പരിഹാരം വന്നുചേരും. തടസ്സങ്ങളെല്ലാം തരണം ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. നിങ്ങളുടെ പരുഷമായ പെരുമാറ്റത്തിൽ വളരെയധികം വിരോധം സമ്പാദിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനസമ്മതി വർദ്ധിക്കും. ഇരുചക്ര വാഹനം വാങ്ങുവാൻ സാധിക്കുന്നതാണ്. വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം. സ്വജനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നത സ്ഥാനലബ്ധി, പ്രശ്ന പരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബാംഗങ്ങളോടൊപ്പം വിനോദയാത്ര അതുപോലുള്ള പരിപാടികളിലും പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ഒന്നിലധികം തവണ ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നതാണ്. ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായ മാറ്റം വന്നുചേരും. അന്യദേശവാസം എന്നിവ ഉണ്ടാകുന്നതാണ്. പുണ്യസ്ഥല സന്ദർശനത്തിനും സാധ്യതയുണ്ട്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. സ്വന്തം ബിസിനസ്സിൽ മികച്ച നേട്ടം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. അനാവശ്യ ഭീതികളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. വാഹനയാത്രകൾ കൂടുതലായി വേണ്ടി വരികയും ചെയ്യും. ഔദ്യോഗിക രംഗത്ത് ഉയർച്ച, സ്ഥലമാറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പുതിയ വസ്ത്രം ഉപഹാരമായി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് പൂരാടം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ കുലുഷാന്തരീക്ഷങ്ങളും ശമിക്കുന്നതാണ്. വിദേശ യാത്രയ്ക്കുള്ള ശ്രമം വിജയം കാണും. ചിട്ടി, ഭാഗ്യക്കുറി എന്നിവയിൽ നിന്നും നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ഷേത്ര ദർശനം, പുണ്യസ്ഥല സന്ദർശനം എന്നിവ നിങ്ങൾ ഈ സമയത്ത് നടത്തുന്നതാണ്. കുടുംബത്തിൽ വളരെയധികം ശാന്തതയും സമാധാനവും കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ട് തടസ്സങ്ങളെല്ലാം തരണം ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ഭക്ഷണത്തിൽ താല്പര്യമേറും. കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ്. വാസഗൃഹമാറ്റം ഉണ്ടാകുവാനിടയുണ്ട്. അനീതിക്കെതിരെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ വളരെയധികം ധനനേട്ടം വന്നുചേരും. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടം കൊയ്യുവാൻ സാധിക്കും. മുമ്പ് നൽകിയിരുന്ന പണം തിരികെ കിട്ടുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും.
വാക്കുതർക്കങ്ങളിൽ വളരെയധികം പരാജയം നേരിടാനിടയുണ്ട്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ധനസമ്പാദനത്തിലുള്ള ശ്രമങ്ങൾ പരാജയപ്പെടും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും രോഗദുരിതങ്ങൾ വന്നു ചേരും. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രശസ്തി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ അലസത വെടിഞ്ഞ് മുന്നേറുവാൻ സാധിക്കും. അനാവശ്യ വിവാദങ്ങളിൽ ഏർപ്പെട്ട് സമയം പാഴാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണം ചെലവഴിക്കപ്പെടും. ഔഷധ സേവയെ തുടർന്ന് രോഗശമനവും വന്നുചേരും. പുതിയ വീട് വാങ്ങാനുള്ള ശ്രമത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരായ ആളുകൾക്ക് ബന്ധുക്കൾ നിമിത്തം വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്ക് പ്രശസ്തി വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലിൽ വളരെയധികം നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. ജീവിത സുഖം വളരെയധികം വർദ്ധിക്കുന്നതാണ്. തൊഴിൽപരമായ സ്ഥാനക്കയറ്റം, ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ആരോഗ്യം വളരെയധികം പുഷ്ടിപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാർക്ക് വളരെയധികം സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും. പുതിയ ജോലിക്കുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. വ്യവഹാരങ്ങളിൽ പരാജയം നേരിടാം. പൈതൃക സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാനസികമായ അസ്വസ്ഥതകൾ ശമിക്കുകയും നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന രോഗാവസ്ഥകളിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.